ശിവായ. ഓം ശ്രീ ശിവകഥാതത്വസാരം പേജ് 336 ഭാഗം 62. ഓം തീർത്ഥയാത്രയ്ക്കു പകരം പതിയുടെ പാദതീർത്ഥം മതിശുദ്ധി ലഭിച്ചിടാൻ ഉച്ഛിഷ്ടമുണ്ണണം പഞ്ചയജ്ഞം തഥാ ദേവ ഋഷി പിതൃതിര്യക്കതിഥിയും തൃപ്തരായെങ്കിലേ ഗാർഹസ്ഥ്യം വേണ്ടപ്പോൾ മുക്തിക്കു കാരണമായി ഭവിച്ചിടൂ. സന്തുഷ്ടയാവണം ഒപ്പം പിശുക്കണം ചെയ്യാം വ്രതം ഉപവാസം പതിഹിതം. ഭർത്താവിൻ സമ്മതമില്ലാതെ ഒന്നുമേ ചെയ്യരുത്, ചെയ്താലെത്തും നരകവും. ഭർത്താവിനൊത്ത് കളിക്കുമ്പോൾ മറ്റൊരു കാര്യമുണ്ടായാൽ സതി സ്വയം ചെയ്യണം. ഷണ്ടനോ രോഗിയോ വൃദ്ധനോ ദുഷ്ടനോ സ്വാർത്ഥനോ നീചനോ ആണെങ്കിലും സതി സ്വന്തം വിധിയെന്നു കണ്ടു സഹിക്കണം. സേവനം ചെയ്യണം ഭർതൃഹിതം സദാ. 3 ദിനം മാറി നിൽക്കാം രജസ്വല ആവലാതിപ്പെടാൻ പാടില്ലൊരിക്കലും. ശുദ്ധയായാൽ കാണാം ആദ്യം ഭർത്താവിനെ, അന്യപുരുഷനെ ദർശിക്കേണ്ട സതി. അല്ലെങ്കിൽ സൂര്യനെ കാണണം ആദ്യമായി, മഞ്ഞൾ പുരട്ടിയും കുങ്കുമം ചാർത്തിയും കേശം മിനുക്കി പുതുവസ്ത്രം ചുറ്റിയും പണ്ടമിട്ടും പതി കാണണം പത്നിയെ. സന്യാസിനിയും അലക്കുകാരി വേശ്യ ഭാഗ്യഹീന ഇവർ കൂട്ടുവേണ്ട സ്ഥിരം. ഭർത്താവിൻ കുറ്റം പറയുന്ന സ്ത്രീയുമായി കൂട്ടുവേണ്ട, ഒറ്റയ്ക്കെങ്ങും നടക്കൊല. അമ്മി ഉരകല്ല് വാതിൽപ്പടി തൊട്ട സ്ഥാനത്തിരിക്കേണ്ട. മണ്ണിലും ചൂലിലും നഗ്നയായി സ്നാനം പകൽ പതി മുമ്പിലും പാടില്ല മേനി കാണിക്കരുതാരെയും. മൈഥുന നേരത്തൊഴികെ സ്വമേന്മകൾ കാട്ടണ്ട ഭർത്താവിൻ നേരെ പതിവ്രത. ഭർത്താവിൻ ഇഷ്ടവസ്തുക്കൾ സദാ സതി ഭർത്താവിനെ ഗണം ഇഷ്ടയായി തീരണം. ഭർത്താവിൻ ഇഷ്ടമറിയണം ചെയ്യണം, ചേരണം ദുഃഖ സുഖത്തിൽ പതിവ്രത. സ്നേഹിക്കണം സ്നേഹം നേടണം സർവഥാ, സമ്പത്തും ആപത്തും ഒപ്പം ഭുജിക്കണം. വീട്ടു സാമാനങ്ങളില്ലെങ്കിൽ സാത്വിക ചോദിക്കണം മൃദുവായി പല കുറി. ഒപ്പത്തിനൊപ്പം മറുത്തു പറയലും നിന്ദയും പാടില്ല, ദേവനാണ് പതി. ഭർത്താവിന് സ്ഥാനം ത്രിമൂർത്തിയിൽ മീതയായി കാണുകിൽ നന്മ ശിവൻ തരും ശാശ്വതം. ഭർത്താവിന് ആജ്ഞയില്ലെങ്കിൽ വ്രതാദികൾ തെറ്റും, നരകത്തിൽ പോകേണ്ടിയും വരും. സന്താനലബ്ധി തടഞ്ഞാൽ കുറുനരി ആയി പിറക്കും, ബഹുദുഃഖം തിന്നിടും. പേടിപ്പെടുത്തേണ്ട നിന്ദിക്കേണ്ട സതി, കേളി നേരത്തും ഉറക്കെ ചിരിക്കൊല. ക്രോധം കലഹം പഴി പറച്ചിൽ ഇവ പാടില്ല കാണണം വൃദ്ധർ ഗുരു സമം. യാത്ര പോയി വന്ന പതിക്കേകണം ജലം, അന്നവസ്ത്രം ദധി താമ്പൂലം പായയും. കാലു തടവണം നല്ല വാക്കോദനം, ദുഃഖമകറ്റണം ചൊല്ലാം ഫലിതവും. പത്നി പതി സുഖം നൽകും മൂലോകവും,